ജസ്റ്റ് രണ്ട് വാക്ക് ഇത് ഇപ്പൊ മൊത്തം ഇതിലാണ് കളിയില്ലേ? ഇതെങ്ങനെ വീണ് പോയാൽ എന്ത് ചെയ്യും? മൊത്തം സൗണ്ട് പോവോ? അവിടെ ഉണ്ട്, പലരുടെ കയ്യിലുണ്ടല്ലേ. എന്താണ് പറയൂ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അഭിനയിച്ച പടം. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? കണ്ടോ പടം? കണ്ടോ അതോ കാണാൻ പോകുന്നുള്ളോ? അതല്ലേ, ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഭയങ്കര ഞെട്ടിക്കുന്ന രീതിയിലുള്ള കിളി പറത്തുന്ന ടിസ്റ്റാണ്. അത് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ത്രില്ലർ പ്രതീക്ഷിച്ചാണ് തിയേറ്ററിൽ. അതേപോലെ തന്നെ നിലനിർത്തി തിയേറ്ററിൽ ഉണ്ടായിരുന്നല്ലോ, കയ്യടികളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് തിയേറ്ററിലിരുന്ന് ഓഡിയൻസിനൊപ്പം പടം കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ചില സീനുകളിൽ കയ്യടിയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം. ഇത് പക്ഷേ പടത്തിൻ്റെ ഫസ്റ്റ് ഷോ ആയിരുന്നു. കൂടുതൽ ആളുകൾ കാണണം. ഇപ്പോൾ നമ്മൾ ക്രൂവിൻ്റെ ഒപ്പം ഇരുന്നാണ് കണ്ടത്. ഇനി അല്ലാത്ത ഓഡിയൻസ് കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പുറത്തു വരട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റോറി കൂടി, ഷെയ്നിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് വേഷമാണ്. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഷെയ്ൻ വന്നിട്ടില്ല. ഷെയ്ൻ എനിക്കിവിടെ എന്തൊക്കെയോ തിരക്കുകളിലാണ്. അവനൊരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. പടത്തിൻ്റെ പ്രൊമോഷൻ വർക്കിന് ഫുള്ളായിട്ട് ഷെയ്ൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും സ്ഥലത്ത് എത്തും എന്തായാലും. ഇതിപ്പോ ഒന്ന് ഭയങ്കര നിലനിർത്തിയ ഭയങ്കര കിളി പോയ ടിസ്റ്റാണ്. ഇനി 21-ാം തീയതി കിളി പറത്തുന്ന ഒരു ടിസ്റ്റിൽ പടത്തിൽ ഭാഗമാണല്ലോ ദൃശ്യം 3-ൽ. അങ്ങനെ ഓരോ ആഴ്ചകളിൽ കിളി പറത്തിക്കൊണ്ടിരിക്കും. ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട്. അതിരടി വരുന്നുണ്ട്, പല അതിരടി ഉണ്ട്. അത് കഴിയുമ്പോൾ മോളിവുഡ് ടൈംസ് വരും. കുറേ വലിയ വലിയ ഫിലിംസ് വരുന്നുണ്ട്. നിലവിൽ ദൃശ്യം 3-നെ പറ്റി നിലവിൽ പറയാൻ പറ്റുന്ന എന്താണ്? ദൃശ്യം 3-നെ പറ്റി ഞാൻ എന്ത് പറയാനാണ്? അപ്പോൾ നാളെ അതിൻ്റെ എന്താ പറയുക, ടീസർ പുറത്തു വന്നല്ലോ ഓൾറെഡി. ഇനിയിപ്പോൾ അധികം ദിവസമല്ലോ, 2-3 ആഴ്ച കൂടി പോരെ. എത്ര ദിവസത്തെ ഷെഡ്യൂളായിരുന്നു? സ്പോയിലർ എല്ലാത്തിനും ചോദിക്കാൻ പറ്റും. പടത്തിന്റെ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അല്ല, ദിനേശ് ചേട്ടൻ എത്ര ദിവസം? ഏത് ദൃഢത്തിന്റെ കാര്യമാണോ? അല്ല, ദൃശ്യം 3 നേരത്തെ ചോദിച്ചാല് നേരത്തെ പറഞ്ഞല്ലോ അതിരടി ഉണ്ട്, മോളിവുഡ് ടൈംസ് ഉണ്ട്. അതിൽ നിലവിൽ എന്തെങ്കിലും പറയാൻ പറ്റുന്ന എന്തെങ്കിലും? അതിരടി കാണാതിരിക്കുന്ന പടമാണ്. മോളിവുഡ് ടൈംസ് കാട്ടാളനുണ്ട്, ദൃശ്യം 3 ഉണ്ട്. മെയ് മാസം ചാകരയാണ് മോനെ, ചാകര. ഗംഭീര പടങ്ങളാണ്. അതിന്റെ കൂടെ ഞങ്ങളുടെ ഈ കുഞ്ഞു പടവും ദൃഢം എന്തായാലും പൊളിച്ച്. അതിന്റെ റിസൾട്ട് ഇനി നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എന്തായാലും എത്തണം. താങ്ക് യു. ഈ മോളിവുഡ് ടൈംസിൽ എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നെസ്ലിന്റെ കഥാപാത്രത്തെ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ട്രെയിലറും അതിന്റെ ട്രെയിലറിൽ അതിന്റെ കട്ട്സ് ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ബൈ.